ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. രാജ്യാന്തര നിലവാരത്തിൽ ചേലാട് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിനായുള്ള കായിക പ്രേമികളുടെ കാത്തിരിപ്പ് നീളുന്നു. ഒരു പതിറ്റാണ്ട് പിന്നിട്ട നിർദ്ദിഷ്ട സ്റ്റേഡിയം യാഥാർത്ഥ്യമാകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. രാജ്യാന്തര നിലവാരത്തിൽ ചേലാട് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിനായുള്ള കായിക പ്രേമികളുടെ കാത്തിരിപ്പ് നീളുകയാണ്. ഒരു പതിറ്റാണ്ട് പിന്നിട്ട നിർദ്ദിഷ്ട സ്റ്റേഡിയം യാഥാർത്ഥ്യമാകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഒട്ടേറെ കായിക പ്രതിഭകളെ വാർത്തെടുത്ത കായിക കേരളത്തിന്റെ തലസ്ഥാനമെന്നറിയപ്പെടുന്ന കോതമംഗലത്ത് രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയം എന്ന ആശയം 2011 മുൻ മന്ത്രി TU കുരുവിള MLA ആയിരുന്നപ്പോഴാണ് ഉയർന്നു വന്നത്. ചേലാട് പോളിടെക്നിക്കിന്റെ 4 ഏക്കർ കളിസ്ഥലവും പിണ്ടിമന പഞ്ചായത്ത് വാങ്ങി നൽകിയ 2 ഏക്കറോളം വരുന്ന സ്ഥലവും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കളിസ്ഥലം, സിന്തറ്റിക് ട്രാക്ക്, നീന്തൽക്കുളം, ഗ്യാലറി, നടപ്പാത, കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ പല പ്രാവശ്യം ടെൻഡർ പുതുക്കി നൽകിയെങ്കിലും വിവിധ കാരണങ്ങളാൽ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലുള്ള സ്റ്റേഡിയം നിർമ്മാണം നടക്കാതെ പോവുകയായിരുന്നു. ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചേലാട് കവല റോഡിൽ പന്തുരുട്ടി സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ വർഗീസ് പാറേക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട ചേലാട് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരും MLAയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ വർഗീസ് പറഞ്ഞു. 8 വർഷങ്ങൾക്കപ്പുറം കോതമംഗലത്ത് TU കുരുവിള എന്ന് പറയുന്ന മുൻ മന്ത്രി, മുൻ MLA നടത്തിയ പദ്ധതി അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് 8 ഏക്കർ സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പദ്ധതിയാണ് ഈ കാണുന്ന ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനുള്ള സ്ഥലം. ആ പദ്ധതികൾ, സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ അപ്പുറത്ത് ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും കോതമംഗലത്തിന്റെ MLAക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസും KSUവും ഇന്ന് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നത് ഒരു സൂചനാ സമരവുമായിട്ട് ഇന്ന് മെയിൻ റോഡ് തടഞ്ഞുകൊണ്ട് കളിസ്ഥലമാക്കിക്കൊണ്ട് റോട്ടിൽ പന്തുരുട്ടിക്കൊണ്ട് പൊതുനിരത്തിൽ പന്തുരുട്ടിക്കൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. വരും കാലങ്ങളിൽ KSUവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയ സമരവുമായിട്ട് MLA തടയണമെങ്കിൽ തടയേണ്ട രീതിയിലേക്കുള്ള സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസും KSUവും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പഞ്ചായത്തിന്റെ അധികാരികളുമായിട്ട് നമ്മൾ സംസാരിച്ചു, പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് സംസാരിച്ചു, പഞ്ചായത്തിന്റെ എല്ലാ അധികാരികളോടും സംസാരിച്ചു. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്നമാണ്, കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കായിക തലസ്ഥാനമായിട്ടുള്ള കോതമംഗലത്ത് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നത് അത് യുവാക്കളുടെ സ്വപ്നമാണ്, അത് യുവജനതയുടെ സ്വപ്നമാണ്. പ്രതിഷേധത്തിൽ മണ്ഡലം പ്രസിഡന്റ് അനന്തു സജീവ് അധ്യക്ഷത വഹിച്ചു. തടസ്സങ്ങൾ ഒഴിവാക്കി സ്റ്റേഡിയം നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ആന്റണി ജോൺ MLAയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.